من أصحاب رسول الله رجال عشرة خير الناس بعد الرسل كرام بررة صدقوا العهد مع الرحمن فجزاهم فرحا ومسرة بشراهم بالجنة سبقت يا للبشرى يا للبشرى أولهم والد عائشة زوج رسول الله وبكره أبو بكر أول من آمن الصديق رفيق الهجرة كان يحب رسول الله أبدا ليس يخالف أمره أنفق أعتق لم يتردد يرجو الله فعظم أجره. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ആദരണീയരും ബഹുമാന്യരുമായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധമായ ഈ റമദാനിൽ അള്ളാഹുവിൻ്റെ പുണ്യങ്ങൾ പെയ്തൊഴുകുന്ന ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ഓരോ രാവും പകലും പുണ്യങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ റമദാൻ്റെ സാക്ഷിത്വം അനുകൂലമായി ലഭിച്ച് സുഖലോക സ്വർഗീയ ആരാമത്തിൽ നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കൂടുതൽ പഠിക്കുവാനും അവരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി അവരെ അനുധാവനം ചെയ്യുവാനും അവരോടുകൂടി നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. നമുക്കറിയാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പ്രിയപ്പെട്ട പുത്രിയാണ്. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിനും കാണാൻ കഴിയുന്ന ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, യാ ആയിഷ ഹാദാ ജിബ്രീൽ യുഖരിഉ അലൈകിസ്സലാം. ആയിഷ, നിങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സലാം പറയുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഖുൽതു, ആയിഷ ബീവി പറയുകയാണ്, വ അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹ്. തറാ മാ ലാ നറാ, നബിയെ അങ്ങ് ഞങ്ങൾ കാണാത്തത് കാണുന്നുണ്ട്. ആ ജിബ്രീൽ അലൈഹിസ്സലാമിനും അല്ലാഹു സലാവത്തും സലാമും വർഷിപ്പിക്കട്ടെ എന്ന് തിരിച്ചവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സലാം അടക്കുന്നതായിട്ട് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് മുമ്പുള്ള രോഗം പിടിപെട്ട സന്ദർഭത്തിൽ ഞാനിന്ന് ഏത് വീട്ടിലാണ് കഴിയേണ്ടത് എന്ന് നബി തങ്ങൾ ചോദിക്കുകയാണ് ഭാര്യമാരോട്. അങ്ങനെ അവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട്, മറ്റു ഭാര്യമാരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് പരിചരണം ലഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്. തൂഫിയ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന സഹരിഹ വനഹരിഹ വഫീ ഹജ്രിഹ വജുമിഅ ബൈന റീഖിഹ വറീഖിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന സമയത്ത് മിസ്വാക്ക് ചെയ്യുവാൻ നബി തങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കണ്ടപ്പോൾ കൊടുത്ത അറാഖിൻ്റെ കഷ്ണം നബി തങ്ങൾക്ക് കട്ടിയായി അനുഭവപ്പെട്ടപ്പോൾ അത് തൻ്റെ കരങ്ങളിലേക്ക് ഏറ്റുവാങ്ങി തൻ്റെ ഉമിനീര് കൊണ്ട് തൻ്റെ വായയിൽ വെച്ചുകൊണ്ട് അത് മൃദുലമാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അള്ളാൻ്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ഉമിനീരും
ആയിഷ ബീവിയുടെ ഉമിനീരും കൂടിക്കലർന്നുകൊണ്ട് അത് രുചിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. ഇതുപോലൊരു ഭാഗ്യം ലോകത്ത് മറ്റേതൊരു സ്ത്രീക്കാണ് ലഭിക്കുക? ആയിഷ ബീവി എന്നുള്ള സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾക്കാണ് ആ ഭാഗ്യം ലഭിച്ചത്. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട പുത്രി എന്ന നിലയിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ അതിയായി സ്നേഹിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുടുംബം ഒന്നാകെ ഇസ്ലാം സ്വീകരിച്ചതായിട്ടുള്ള സന്തോഷ നിമിഷത്തിലാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തു നിന്ന് വിട പറഞ്ഞു പോകുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ എന്നവരും തൻ്റെ മാതാവും എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അബൂ ഖുഹാഫ എന്നവരും തൻ്റെ മാതാവ് ഉമ്മുൽ ഖൈർ എന്നവരും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചാര വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് അവർ ഈമാൻ പുൽകിയതായി കാണാൻ കഴിയും. വലൈസ ഫി സ്വഹാബത്തി മൻ അസ്ലമ അബൂഹു വ ഉമ്മുഹു വ ഔലാദുഹു വ അദ്റകു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അദ്റകഹു അയ്ളൻ ബനു ഔലാദിഹി ഇല്ല അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ 4 തലമുറ അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചതായിട്ടുള്ള ഒരു സഹാബിമാരും ചരിത്രത്തിലുണ്ടായിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് തൻ്റെ പിതാവ് അബൂ ഖുഹാഫ എന്നവർ വിശ്വസിച്ചു, മാതാവ് ഉമ്മുൽ ഖൈർ എന്നവർ വിശ്വസിച്ചു, തൻ്റെ മക്കളെല്ലാവരും വിശ്വസിച്ചു. അവരെല്ലാവരും തൻ്റെ മക്കളുടെ മക്കളെല്ലാവരും അള്ളാഹിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചു. അങ്ങനെ ഒരു മനുഷ്യനുണ്ട് എങ്കിൽ അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാത്രമാണ്. ഒരേ കാലഘട്ടത്തിൽ ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ് ആ ഒരു സ്ഥാനത്തിന് അർഹത നേടിയിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബ്ദുറഹ്മാൻ എന്നവരുടെ മകൻ മുഹമ്മദ് ഇവരെല്ലാവരും ഒരേ സമയത്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. ഒരേ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിൻ്റെ കാലത്ത് തന്നെ മുസ്ലിമീങ്ങളായി നിലകൊണ്ടിരുന്ന ആളുകളാണ്. 4 തലമുറ ഇസ്ലാം സ്വീകരിച്ചതായ നിലയിൽ റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പുത്രനായ സുബൈർ റളിയല്ലാഹു അൻഹു, ആ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ അബ്ദുള്ള എന്നിവരും ഇവർ നാല് തലമുറയിലെ ആളുകളും ഒരേ സമയം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായി നിലകൊണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സൗഭാഗ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനല്ലാതെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആർക്കും ലഭ്യമായിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തു വരുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ ഒരുപാട് ഗൗരവതരമായ കാര്യങ്ങളെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിലേക്കുള്ള സൂചനകൾ പലതും നൽകി. അടുത്ത വർഷം ഞാൻ നിങ്ങളെ കണ്ടില്ലെന്ന് വന്നേക്കാം. അതുപോലെ തന്നെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങളുടെ മതം ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരുകയും എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പൂർത്തീകരിച്ച് തരികയും ഇസ്ലാമിനെ നിങ്ങളുടെ മതമായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനം അവിടുന്ന് ഓതി കേൾപ്പിക്കുകയും ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് അടുത്തിരിക്കുന്നു എന്ന സൂചന അറിയിക്കുന്ന ആ സൂക്തവും സൂറത്തുൻ നസ്റും അവിടെ നിന്ന് ഓതി തിരിച്ച് ഹജ്ജ് കഴിഞ്ഞ് മദീനയിലെത്തി 2 മാസങ്ങൾക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം ബാധിക്കുകയാണ്. നബിയുടെ വഫാത്തിന് കാരണമായ രോഗത്തിൻ്റെ ആരംഭമുണ്ടാകുന്നത് ഹിജ്റ വർഷം 11-നാണ്. സഫർ മാസം അവസാനത്തെ തിങ്കളാഴ്ചയായിരുന്നു അവിടുത്തെ രോഗം കൂടുതലായി റസൂലുള്ളാഹി തങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ആ രാത്രിയിൽ ജന്നത്തുൽ ബഖീഇൽ, മദീനയിലെ ഖബർസ്ഥാനായ ജന്നത്തുൽ ബഖീഇൽ പോയി റസൂലുള്ളാഹി തങ്ങൾ സിയാറത്ത് നിർവഹിക്കുകയാണ്. തിരികെ വീട്ടിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തലവേദന അനുഭവപ്പെടുകയാണ്. ആ സംഭവം മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി തങ്ങളെ വീട്ടിൽ വരുമ്പോൾ അസഹ്യമായ തലവേദന എനിക്കുണ്ടായിരുന്നു.
നബിയോട് ഞാൻ എൻ്റെ പ്രയാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറയുകയാണ്, ആയിഷ, എനിക്കും നല്ല തലവേദനയുണ്ടല്ലോ. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും റസൂലുള്ളാഹി തങ്ങളുടെ രോഗം മൂർച്ഛിച്ചു വന്നു. ഭാര്യമാർക്ക് നിശ്ചയിച്ചിരുന്ന ഊഴമനുസരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താമസം ഉണ്ടാകേണ്ടത് മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലായിരുന്നു. അന്ന് പനിയും ദേഹാസ്വസ്ഥ്യവും അധികമായി രോഗം വല്ലാതെ കൂടിയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് അവിടുത്തെ ഭാര്യമാരുമായി സംസാരിക്കണമെന്നും അവരുടെ സമ്മതപ്രകാരം രോഗത്തിൻ്റെ ചികിത്സയ്ക്കു വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് താമസം മാറ്റുകയും ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പള്ളിയിൽ പോയി മുഅ്മിനീങ്ങളായ സഹാബത്തെ കിറാമിന് നേതൃത്വം നിർവഹിക്കുവാൻ, നിസ്കാരത്തിന് നേതൃത്വം നിർവഹിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ഒരാളെ വിട്ടിട്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ജനങ്ങൾക്കു വേണ്ടി ഇമാമായി നിസ്കരിക്കുവാൻ അവിടുന്ന് കൽപ്പിക്കുകയാണ്. വളരെ ലോലഹൃദയനാണ് താൻ, അതുകൊണ്ട് തനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധൈര്യശാലിയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് ഇമാമായി നിസ്കരിക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു അതിന് വിസമ്മതം മൂളി. ഒരിക്കലും സാധ്യമല്ല, താങ്കൾ തന്നെയാണ് നിസ്കാരത്തിന് നേതൃത്വം നിർവഹിക്കേണ്ടത്, താങ്കൾ തന്നെയാണ് നിർവഹിക്കാൻ എന്നേക്കാൾ അർഹൻ, അള്ളാൻ്റെ റസൂല് അങ്ങയെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു. രോഗത്തിനൽപ്പം ആശ്വാസം തോന്നിയെന്ന് കണ്ടപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സഹായത്തോടെ അവരുടെ ചുമലിൽ കൈകൾ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വന്നു. ആ സമയത്ത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ പള്ളിയിൽ ളുഹർ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ്. പക്ഷേ നിസ്കാരം തുടർന്നു കൊണ്ട് പോകാൻ മഹാനായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യരൂപത്തിൽ ആവശ്യപ്പെടുകയും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്തു. ആരാണ് തൻ്റെ ശേഷം ഖലീഫയായി ഈ ഉമ്മത്തിന് മുമ്പിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളതിന് കൃത്യമായ സൂചന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നൽകിയിട്ടാണ് അവിടുന്ന് കടന്നു പോകുന്നത്. റസൂലുള്ളാഹി തങ്ങൾക്ക് വീണ്ടും ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയാണ്, രോഗം മൂർച്ഛിക്കുകയാണ്, താൻ വേർപാട് അനുഭവിക്കുവാൻ വേണ്ടി പോവുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് സംസാരിക്കുകയാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ തിങ്കളാഴ്ച സുബഹ് നിസ്കാരം നടക്കുന്ന സമയത്ത് തൻ്റെ റൂമിൽ നിന്ന് പള്ളിയിലേക്കുള്ള വാതിലിൻ്റെ വിരി ഉയർത്തിയിട്ട് അവിടുന്ന് തൻ്റെ സഹാബത്തിനെ നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരി തൂകുകയാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ജനതയെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുവാൻ പാകപ്പെടുത്തിയിട്ടാണ് താൻ കണ്ണടയ്ക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള വലിയ ഒരു നിർവൃതിയും സന്തോഷവുമാണ് ആ പുഞ്ചിരിയിലൂടെ നബി തങ്ങൾ പ്രകടിപ്പിച്ചത്. തൻ്റെ വിയോഗാനന്തരവും ഈ സാഹോദര്യവും ഐക്യവും നിലനിൽക്കുമെന്ന ആത്മവിശ്വാസത്തോടെ താൻ ഏറ്റെടുത്ത ദൗത്യം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഏറ്റവും വലിയ ദൗത്യം വിജയകരമായിരിക്കുന്നു എന്ന് സമാധാനത്തോടുകൂടി ചിന്തിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരി താഴ്ത്തിയിടുകയും ചെയ്തു. ശേഷം ആ സുബഹി നിസ്കാരത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടർന്ന് നിസ്കരിക്കുവാൻ വേണ്ടി എത്തിയെന്ന് ഇബ്നു ഹിഷാം റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാൻ കഴിയും. അതിനുശേഷം അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് സംസാരിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി തങ്ങൾ തൻ്റെ സാധാരണ ശൈലിയിൽ നല്ല രീതിയിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിലേക്ക് വന്നു എന്ന് കണ്ടപ്പോൾ, അവിടുന്ന് സംസാരിക്കുന്നു എന്ന് കേട്ടപ്പോൾ സഹാബത്തിന് വലിയ സന്തോഷമായി. അവരെല്ലാവരും കരുതി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ രോഗമത
ഏറെക്കുറെ സുഖപ്പെട്ടിരിക്കുന്നു. അങ്ങനെ കരുതിയ ആളുകൾ പലരും സലാം ചൊല്ലി പ്രാർത്ഥിച്ച് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ കൂടി അവരുമായി സംസാരിച്ച് കുറച്ചധിക സമയം നബിതങ്ങൾ അവിടുന്ന് ചെലവഴിച്ചു. പലരും അതിനുശേഷം വീടുകളിലേക്ക് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമ്മതം മേടിച്ചുകൊണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അല്പം അകലെയുള്ള സുൻഅ എന്ന് പറയുന്ന പ്രദേശത്തുള്ള തൻ്റെ കുടുംബത്തിലേക്കും പോയി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം ഏകദേശം ശമനമായിട്ടുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ പല ആളുകളും അവരവരുടെ വീടുകളിലേക്ക് തൽക്കാലത്തേക്ക് പോയി. പെട്ടെന്ന് നബി തങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ സംഭവിച്ചു. വീണ്ടും രോഗം മൂർച്ഛിച്ചു, ശക്തിയായി പനിച്ചു. അടുത്തുള്ള വെള്ളത്തിൻ്റെ പാത്രത്തിൽ കൈ നനച്ചുകൊണ്ട് അവിടുന്ന് മുഖം തടവിക്കൊണ്ടിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗതി ലസകറാത്ത് എന്ന് അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേ ഇരുന്നു. ഇടത് കൈവിരലുകൾ മേൽപോട്ടുയർത്തിയിട്ട് അല്ലാഹുമ്മ റഫീഖൽ അഅല അല്ലാഹുമ്മ റഫീഖൽ അഅല എന്ന് റസൂലുള്ളാഹി ഉരുവിട്ടുകൊണ്ടിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകാൻ അടുത്തിരിക്കുന്നു. പുണ്യശരീരം തളർന്നു, കണ്ണുകൾ മേൽപോട്ടുയർന്നു, തിരുകരം വെള്ളപാത്രത്തിലേക്ക് ചെരിഞ്ഞു. അങ്ങനെ ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹലോകവാസം പിടിഞ്ഞു. ഈ വാർത്ത ഉൾക്കിടലത്തോടുകൂടിയാണ് സ്വഹാബത്ത് ശ്രവിച്ചത്. ഒരിക്കലും അവർക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു വിയോഗ വാർത്ത. പലരും ആ വാർത്ത കേട്ട് ബോധരഹിതരായി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ വീട്ടിലേക്ക് ഓടിയെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുതപ്പിച്ചിരുന്ന വസ്ത്രം നീക്കി മുഖം ദർശിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾക്ക് ബോധം നഷ്ടപ്പെട്ടു പോയതാണ്, അല്പം കഴിയുമ്പോൾ ബോധം തെളിയും, റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചു വരും, കപടവിശ്വാസികളാണ്, നബി മരിച്ചുപോയി എന്ന് പറയുക, അവർ നശിപ്പിക്കപ്പെടുന്നതുവരെ അവിടുന്ന് മരിക്കുകയില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് വിളിച്ചു പറയുകയാണ്. ജനങ്ങൾ കരയുകയും ആർത്തട്ടഹസിക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പള്ളിയിലേക്ക് ചെന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി, റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു വിളിച്ചതുപോലെ നബിയെയും അള്ളാഹു വിളിച്ചിരിക്കുകയാണ്. 40 ദിവസങ്ങൾക്ക് ശേഷം മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ അനുയായികളിലേക്ക് തിരിച്ചു വന്നതുപോലെ റസൂലുള്ളാഹി തങ്ങളും തിരിച്ചു വരും, നിങ്ങൾ സമാധാനപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിക്കുകയാണ്. നബി വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ്റെ കൈകാലുകൾ ഞാൻ ഛേദിച്ചു കളയുമെന്ന് ഉച്ചസ്ഥിരം അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിയോഗം. നബിയുടെ രോഗം മൂർച്ഛിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുവാൻ വേണ്ടി ആളെ അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുതിരപ്പുറത്ത് മദീന പള്ളിയുടെ മുറ്റത്തേക്ക് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തി. അവിടെ എത്തിയപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉള്ളിലേക്ക് കടന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തെ വസ്ത്രം നീക്കിയിട്ട് ചുംബിച്ചു. കണ്ണുനീർത്തുള്ളികൾ തൻ്റെ കവിൾത്തടത്തിലൂടെ ധാരധാരയായി ഒഴുകി. നബിയെ, എൻ്റെ പിതാവും എൻ്റെ മാതാവും അങ്ങേക്ക് ഞാൻ ബലിയായി നൽകാൻ തയ്യാറാണ് നബിയെ. 2 മരണത്തെ ഒരിക്കലും അള്ളാഹു താങ്കളുടെ മേൽ ഒരുമിച്ച് കൂട്ടുകയില്ല. അള്ളാഹു താങ്കൾക്ക് കണക്കാക്കിയ അലംഘനീയമായ മരണം താങ്കൾ വരിച്ചിരിക്കുന്നു എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്. ഭയചകിതരായി എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിൽക്കുന്ന സഹാബത്തിന് മുമ്പിൽ ഭ്രമചിത്തരായി നിലകൊള്ളുന്ന സഹാബത്തിൻ്റെ മുമ്പിൽ ധൈര്യവാനാണ് എന്ന് എല്ലാവരും കരുതിയ ഉമർ റളിയല്ലാഹു അൻഹു പോലും തൻ്റെ നിയന്ത്രണം അടക്കാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്ന റസൂലുള്ളാഹിൻ്റെ വിയോഗത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ നിലകൊള്ളുന്ന ആ സന്ദർഭത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടുന്ന് ജനങ്ങളോട് സംസാരിക്കുകയാണ്. ومن كان يعبد محمدا فإن محمدا قد مات ومن كان يعبد الله فإن الله حي لا يموت.
ആരെങ്കിലും മുഹമ്മദ് നബിയെയായിരുന്നു ആരാധിച്ചിരുന്നത് എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ വഫാത്തായിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും ഒരിക്കലും മരിക്കാത്തവനുമാണ് എന്ന് അവിടുന്ന് വിളിച്ചു പറയുകയാണ്. ശേഷം ആലു ഇമ്രാൻ സൂറത്തിലെ 144 വചനം അവിടുന്ന് ഓതി കേൾപ്പിക്കുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ എന്ന് തുടങ്ങുന്ന വിശുദ്ധമായ ആലു ഇമ്രാൻ സൂറത്തിലെ 144 വചനം അവിടുന്ന് ഓതി കേൾപ്പിക്കുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ തിരുദൂതൻ മാത്രമാണ്. പ്രവാചകന് മുമ്പ് ഒരുപാട് ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. സാധാരണ ഒരു സമ്പ്രദായമനുസരിച്ച് സാധാരണ പോലെ തന്നെ ഒരു പ്രവാചകൻ മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്യാറുണ്ട് മുൻകാലങ്ങളിലും. അതേപോലെ റസൂലിന് സംഭവിക്കുകയോ മറ്റോ ചെയ്താൽ നിങ്ങൾ പിന്മാറിയിട്ട് പഴയതിലേക്ക് തിരിച്ചു പോവുകയോ ഒക്കെ ചെയ്യാൻ തയ്യാറാകുന്നുവെങ്കിൽ അള്ളാഹുവിന് യാതൊരു വിഷമവും ഉണ്ടാകാൻ പോകുന്നില്ല. നന്ദിയുള്ളവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമെന്നുള്ള ഖുർആനിക വാക്യം കേട്ടപ്പോൾ ജനങ്ങളുടെ പരിഭ്രമം മാറി. അവർ സമചിത്തരായി. ഇങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുള്ള കാര്യം തന്നെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിക്കുമ്പോഴാണ് അവർക്ക് ഓർമ്മ വരുന്നത് പോലും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അവർ സന്നദ്ധരാവുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇതിനെക്കുറിച്ച് പിന്നീട് പറഞ്ഞത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഖ്യാപനം കേട്ട് ഞാൻ പരിഭ്രമിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ കാലുകൾ തളർന്ന് ഞാൻ തറയിൽ ഇരുന്നു പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതി കേൾപ്പിച്ച വിശുദ്ധമായ ഖുർആൻ്റെ വാക്യം ആ ആയത്ത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരിക്കുന്നു എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അള്ളാഹിൻ്റെ റസൂൽ വഫാത്തായപ്പോൾ പിന്നീട് ലോകത്ത് ഇസ്ലാമിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഒരു നേതാവ് അത്യാവശ്യമാണല്ലോ. അതില്ലാതെ വന്നാൽ ഇസ്ലാമിന് ബലക്ഷയം സംഭവിക്കുമെന്ന് കണ്ടപ്പോൾ സ്വഹാബത്തെ കിറാമിൻ്റെ ഇടയിൽ ഒരു നേതാവിനെക്കുറിച്ചുള്ള ചർച്ചയും ഒരു നേതാവിനെക്കുറിച്ചുള്ള ആലോചനയും ഉടലെടുക്കുകയാണ്. സ്വഹാബത്തെ കിറാം 2 വിഭാഗമാണെന്ന് നമുക്കറിയാമല്ലോ. മുഹാജിറുകളായി മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്ന ആളുകൾ, അവരെ സ്വീകരിച്ച മദീനക്കാരായിട്ടുള്ള അൻസ്വാരികൾ. ആ അൻസ്വാരികളിൽ തന്നെ 2 വിഭാഗക്കാരുണ്ടായിരുന്നു. ഒന്ന് ഔസ് ഗോത്രക്കാരാണ്, മറ്റത് ഖസ്റജ് ഗോത്രക്കാരാണ്. ഖസ്റജിൻ്റെ നേതാവ് ഖസ്റജ് ആയിരുന്നു എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്നത്. അൻസാരികളുടെ നേതാവ് ഖസ്റജ് ഗോത്രത്തിലെ ബനൂ സായിദ ഗോത്രക്കാരനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ അൻസാരികളായിട്ടുള്ള പ്രമുഖരായ പല സഹാബിമാരും മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുമുറ്റത്തുള്ള പന്തലിൽ ഒരുമിച്ച് കൂടി. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഈ സമുദായത്തിൻ്റെ ഭരണകാര്യം സഅദ് ബിൻ ഉബാദയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കാൻ പോവുകയാണ്. ആ സമയത്ത് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു രോഗശയ്യയിലാണ്. വലിയ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടമാണ്. എന്നിട്ടും അവർ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി. ജനങ്ങൾക്കിടയിൽ ഒരുപാട് ചർച്ചകൾ നടന്നു. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യത്തിൽ അവർ ഒരുപാട് വിശകലനങ്ങൾ നടത്തുകയാണ്. ഒരാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, മുഹാജിറുകളിലെ ഖുറൈശികൾ ഈ കാര്യം അറിഞ്ഞാൽ അവർ വിസമ്മതം പ്രകടിപ്പിക്കുകയോ മറ്റോ ചെയ്താലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി കുടുംബബന്ധമുള്ളവരും ആദ്യമായി ഇസ്ലാം പുൽകിയവരുമാണല്ലോ അവർ ഇതിനെ എതിർത്താൽ നമ്മൾ എന്തു പറയുമെന്ന് ചോദിക്കുമ്പോൾ മറ്റൊരാൾ അവിടുന്ന് പ്രതികരിച്ചത്, ഞങ്ങളിൽ നിന്ന് ഒരു അമീറിനെയും അവരിൽ നിന്ന് മറ്റൊരു അമീറിനെയും തിരഞ്ഞെടുക്കണമെന്നതായിരിക്കും നമ്മളുടെ അഭിപ്രായമെന്ന്. ഈ നടക്കുന്ന സംഭാഷണങ്ങളൊക്കെ ശ്രവിച്ച മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചത്, ബലക്ഷയത്തിൻ്റെ തുടക്കമാണിത്.
ഈ ചർച്ചകളൊക്കെ പിന്നീട് നമുക്ക് ദോഷം ചെയ്യുമെന്ന തരത്തിൽ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പ്രതികരിക്കുകയാണ്. ഈ ചർച്ചകൾക്കിടയിൽ നിന്നും മസ്ജിദുൻ നബവിയിലേക്ക് ഒരു മനുഷ്യൻ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട സ്വഹാബി എത്തുകയും അൻസാരികൾ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടുകയും ചർച്ച ചെയ്യുകയും ചെയ്ത സംഭവങ്ങളെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. വിവരമറിഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുവാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിൽ മനംനൊന്ത് കഴിയുന്ന സഹാബത്തിനെ എല്ലാവരെയും സമാശ്വസിപ്പിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ സംസ്കരണത്തിന് വേണ്ടി അതിനുവേണ്ടിയുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തനിക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയാണ്. വീണ്ടും ആളെ പറഞ്ഞയച്ചു. ആൾ വന്ന് വിവരം അറിയിച്ചപ്പോൾ കാര്യം ഗൗരവകരമാണ് എന്ന് മനസ്സിലാക്കി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ മസ്ജിദ് നബവിയിലെത്തുകയാണ്. അൻസാരികൾ ബനൂ സായിദക്കാരുടെ പന്തലിൽ സമ്മേളിച്ച് ചർച്ചകൾ നടത്തുന്ന കാര്യം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെടുത്തി. ഇത് കേട്ട മാത്രയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അൻസാരികൾ യോഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ്. യാത്രാമധ്യേ അവർ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെയും കണ്ടുമുട്ടി അദ്ദേഹത്തെയും അവരോടൊപ്പം ചേർത്തു. 3 പേരും കടന്നു പോകുമ്പോൾ വഴിയിൽ വെച്ചുകൊണ്ട് ആസിം ബിൻ അദിയ് എന്ന സഹാബി റളിയല്ലാഹു അൻഹുവും ഉവൈം ബിൻ സായിദ റളിയല്ലാഹു അൻഹുവിനെയും കാണാനിടയായി. അവർ 2 പേരും ഇവരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് വകവെക്കാതെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അൻസാരികൾ സമ്മേളിച്ചിട്ടുള്ള ബനൂ സായിദക്കാരുടെ പന്തലിൽ അവിടേക്ക് എത്തിച്ചേരുകയാണ്. അവിടേക്ക് എത്തിയതോടുകൂടി സദസ്സ് നിശബ്ദമായി. അവിടെ വെച്ചുകൊണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായി തൻ്റെ സൃഷ്ടികളിലേക്ക് അള്ളാഹു നിയോഗിച്ചു. അവൻ അദ്ദേഹത്തെ തൻ്റെ സമൂഹത്തിനുള്ള സാക്ഷിയാക്കി. പ്രവാചകൻ അഭിമുഖീകരിച്ച ജനത മരങ്ങളും കല്ലുകളും ഉപയോഗിച്ചുകൊണ്ട് ദൈവങ്ങളെ ഉണ്ടാക്കുകയും അവകൾക്ക് ദിവ്യത്വം കൽപ്പിച്ച് ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളായിരുന്നുവല്ലോ. അള്ളാഹുവിന് പകരം ഇങ്ങനെയുള്ള ഒട്ടനവധി ബിംബങ്ങളും മറ്റുമായിരുന്നു അവരുടെ ആരാധ്യ വസ്തുക്കൾ. അവകൾ തങ്ങൾക്ക് ഉപകാരം ചെയ്യുമെന്ന് ആ ആളുകൾ വിശ്വസിച്ചിരുന്നു. ആ ജനതയെയാണ് ഏകദൈവ വിശ്വാസത്തിലേക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണിച്ചത്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഹ്വാനം ചെയ്തു. ആ വിശ്വസിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ, അവരിൽ ആദ്യകാല മുഹാജിറുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ചു എന്ന കാരണം കൊണ്ട് അള്ളാഹു ഉന്നതരാക്കി. തങ്ങളുടെ സ്വന്തം ജനങ്ങളിൽ നിന്നും ഒരുപാട് പ്രഹരങ്ങളും ആക്രമണങ്ങളും ഒരുപാട് സഹിക്കാൻ ത്യാഗത്തോടുകൂടി നിലയുറച്ചു നിൽക്കുവാൻ മുഹാജിറുകളായിട്ടുള്ള ആളുകൾ തയ്യാറായി. അവരെല്ലാം സഹിച്ചുകൊണ്ട് പ്രവാചകനോടൊപ്പം കഴിഞ്ഞു. മുഴുവൻ ആളുകളും തങ്ങളെ അകറ്റുകയും ഓടിക്കുകയും ചെയ്തിട്ടും അവർക്കൊരു പ്രയാസവും ദീനിൽ നിലനിൽക്കുവാനുണ്ടായിരുന്നില്ല. അവർ പ്രവാചകൻ്റെ കുടുംബ ബന്ധുക്കളും സഹായികളുമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഈ സമുദായത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുവാൻ ഏറ്റവും കൂടുതൽ അർഹരും യോഗ്യരും അവർ തന്നെയാണ്. അല്ലയോ അൻസാരി സമൂഹമേ, ദീനിൽ അവർക്കുള്ള മഹത്വമോ പ്രാഥമികത്വമോ നിങ്ങൾക്കൊരിക്കലും നിഷേധിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ നിഷേധിക്കുകയുമില്ല. ദീനിൻ്റെയോ അതിൻ്റെ പ്രവാചകൻ്റെയോ സഹായികൾ എന്ന നിലയിൽ നിങ്ങളിൽ അള്ളാഹു സംതൃപ്തനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലായനം ചെയ്തത് നിങ്ങളിലേക്കാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ അധിക ആളുകളും നിങ്ങളിൽപ്പെട്ടവരാണ്. ആദ്യമായി ഹിജറ പോയവർക്ക് എല്ലാം നിങ്ങൾ നൽകി.
നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സൗകര്യങ്ങളുമെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി സംഭാവന നൽകാൻ തയ്യാറായി. അതുകൊണ്ട് നിങ്ങളുടെ മഹത്വങ്ങൾ ഞങ്ങൾ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. എന്നാൽ ആദ്യമായി ഇസ്ലാം പുൽകുകയും ഹിജറ വരികയും ചെയ്ത ആളുകൾക്ക് ഉള്ള മഹത്വം നിങ്ങൾ ഒരിക്കലും നിഷേധിക്കുവാനും പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ അമീറുമാരും നിങ്ങൾ മന്ത്രിമാരുമാണ്. കൂടിയാലോചനകളിൽ നിങ്ങളെ ഒഴിച്ചു നിർത്തുകയോ നിങ്ങളെ കൂടാതെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുകയോ ചെയ്യുകയില്ല എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ആളുകളോട് വിളിച്ചു പറയുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരം അവസാനിപ്പിച്ചു എന്ന് കണ്ടപ്പോൾ ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു അൻസാരികളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അല്പസമയം സംസാരിച്ചു. ഹുബാബ് റളിയല്ലാഹു അൻഹു അൻസാരികൾക്ക് തന്നെ നേതൃത്വം നൽകപ്പെടണമെന്ന് അദ്ദേഹം കൂടുതൽ ശാഠ്യത്തോടു കൂടി സംസാരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംസാരം ദൈർഘ്യമായി പോകുന്നുവെന്ന് കണ്ടപ്പോൾ, അതിര് വിടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടപ്പോൾ ഖുറൈശികളുടെ കൂട്ടത്തിൽ നിന്ന് ഫിഹിർ ഗോത്രക്കാരനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. സദസ്സ് ശാന്തമായി അൻസാരികളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മുസ്ലിമീങ്ങളെ സഹായിക്കുകയും അവർക്ക് ശക്തി പകരുകയും ചെയ്തവരാണ്. ഇത്തരത്തിലുള്ള ഒരു നടപടിയല്ലാതെ ഇനിയും നിങ്ങളിൽ നിന്ന് ഒരിക്കലും മറ്റൊരു പ്രവർത്തനമുണ്ടാകരുത് എന്ന് അദ്ദേഹം അവിടുന്ന് വിളിച്ചു പറയുകയാണ്. അതിനുശേഷം ഖസ്റജ് ഗോത്രത്തിലെ ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു വിളിച്ചു പറയുകയാണ്, അൻസാരികളെ, നാം ദീനിനെ വാരിപ്പുണരുകയും അതിനെ വിജയിപ്പിക്കുകയും ചെയ്യുവാൻ അഹോരാത്രം പരിശ്രമിച്ചവരാണ്. അതെല്ലാം നമ്മൾ ചെയ്തത് അള്ളാഹുവിൻ്റെയും തിരുദൂതരുടെയും സംതൃപ്തി കാംക്ഷിച്ചുകൊണ്ട് മാത്രമായിരുന്നു. എല്ലാം നമ്മൾ സഹിച്ചതും ത്യാഗം ചെയ്തതും നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ മുഹാജിറുകളായ സ്വഹാബത്തിനും സംരക്ഷണം നൽകിയതുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രീതി ഒന്ന് കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഇത്തരം ചർച്ചകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്ന് മഹാനുഭാവൻ അവിടുന്ന് വിളിച്ചു പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശി കുടുംബത്തിൽ ജനിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജനത ആ പാരമ്പര്യത്തിന്, ആ ഭരണത്തിന് ഏറ്റവും അർഹരാണ്. അള്ളാഹു തന്നെ സത്യം, ഈ വിഷയത്തിൽ ഒരിക്കലും ഞാൻ അവരോട് തർക്കിക്കുവാൻ തയ്യാറല്ല എന്ന് മഹാനായ ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. മഹാനായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞു. ഇതിന് ശേഷം, ഈ സംഭാഷണത്തിന് ശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതാ ഉമർ നിൽക്കുന്നുണ്ട്, ഇതാ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ബൈഅത്ത് ചെയ്യാമെന്ന് പറയുമ്പോൾ ആ രണ്ടു പേരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ലയോ സിദ്ദീഖ് എന്നവരെ, താങ്കൾ ജീവിച്ചിരിക്കെ ഞങ്ങൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരിക്കലും തയ്യാറല്ല. മുഹാജിറുകളിൽ നിന്ന് അത്യുത്കൃഷ്ടനും ഏറ്റവും ഉദാത്തനുമാണ് താങ്കൾ. സൗർ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ സാനിയസ്നൈൻ, രണ്ടിൽ രണ്ടാമനാണങ്ങ്. പ്രവാചകൻ്റെ ഹിജ്റയിൽ ഏറ്റവും വലിയ സഹായിയായി നിലകൊണ്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ അങ്ങയേക്കാൾ അർഹനായ ഒരു വ്യക്തി ലോകത്തില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂബക്കർ, താങ്കൾ കൈ നീട്ടുക, ഞാൻ താങ്കളെ ബൈഅത്ത് ചെയ്യുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹുവും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും ബൈഅത്ത് ചെയ്യുവാൻ വേണ്ടി എഴുന്നേറ്റു. അതിനു മുമ്പ് തന്നെ ബഷീർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവും അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവും ബൈഅത്ത് ചെയ്തു എന്ന് കണ്ടപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകൾ ഓരോരുത്തരായി എഴുന്നേറ്റ് വന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുവാൻ തുടങ്ങി. പ്രസംഗത്തിൻ്റെ ഇടയിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നതായിട്ട് കാണാൻ കഴിയും. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, സഅദ്, താങ്കൾ കൂടിയുള്ള ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുകൾ അങ്ങ് ഓർക്കുന്നില്ലേ? അവിടുന്ന് പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖുറൈശികളാണ് ഭരണാധികാരികൾ,
ജനങ്ങൾ അവരെയാണ് അനുസരിക്കുക. സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതെ, താങ്കൾ പറഞ്ഞത് സത്യം തന്നെയാണ്. നിങ്ങൾ ഭരണാധികാരികളും ഞങ്ങൾ മന്ത്രിമാരുമാകുന്നു. ഈ ചർച്ചകളൊക്കെ നമുക്ക് വിളിച്ചോതിത്തരുന്ന ഒരു കാര്യം, എന്ത് പ്രതിബന്ധമുണ്ട് എങ്കിലും തുറന്നു ചർച്ച ചെയ്യുവാനും പരിഹരിക്കുവാനും അവർക്ക് മുമ്പിൽ യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. മുസ്ലിം ഉമ്മത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു വിഷയവും മുമ്പോട്ടുള്ള ഒരു പോക്കിൻ്റെ വിഷയവും എന്ന നിലയിൽ ഒരു ഭരണാധികാരി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വഴിയിൽ ഉമ്മത്തിനെ കൊണ്ടുപോകാൻ അർഹതപ്പെട്ടവരുടെ കരങ്ങളിലേക്ക് അത് എത്തിപ്പെടണമെന്നത് മാത്രമായിരുന്നു അവരുടെ ആഗ്രഹം. അല്ലാതെ ഈ വിഷയത്തിൽ അവർക്ക് ഇന്ന ആൾക്ക് തന്നെ ഭരണാധികാരം ലഭ്യമാകണമെന്ന് യാതൊരു വിധത്തിലും ശാഠ്യമുണ്ടായിരുന്നില്ല. മറിച്ച് ഒരു ഭിന്നിപ്പും ഒരനൈക്യവും അവരുടെ ഇടയിൽ ഉണ്ടാകരുത് എന്ന് അവരെല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. സമുദായത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അതുവഴി ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് മുൻകൈയെടുക്കുകയും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും ഭാഗഭാക്കാവുകയും ചെയ്യുക എന്നുള്ളത് ഓരോരുത്തരുടെയും ബാധ്യതയും കടമയുമായി എല്ലാവരും കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്തരം ചർച്ചകളും ഇത്തരം സംവാദങ്ങളുമൊക്കെ അവരുടെ ഇടയിൽ ചെറിയ രൂപത്തിലെങ്കിലും ഉടലെടുത്തത്. അതല്ലാതെ അവരുടെ വ്യക്തിപരമായ വിശുദ്ധിയെ ഒരിക്കലും ഈ വിഷയങ്ങൾ കൊണ്ട് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ അവരെയും അൻസാരികൾ ഉൾപ്പെടെ എല്ലാവരും പിന്തുണച്ചതും അംഗീകരിച്ചതുമൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ സഖീഫയിൽ വെച്ചുകൊണ്ട് ബൈഅത്ത് നടന്നത്, ഈ സംഭവം നടന്നത് ഹിജ്റ വർഷം 11 വർഷം റബീഉൽ അവ്വൽ 12 തന്നെയായിരുന്നു. സഖീഫയിലെ ഈ ബൈഅത്തിന് ശേഷം തുടർച്ചയായി അടുത്ത ദിവസങ്ങളിലൊക്കെ പൊതുബൈഅത്തുകൾ നടന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗ വിവരമറിഞ്ഞ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി എന്നറിഞ്ഞുകൊണ്ട് മദീനയിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നായി സ്വഹാബത്ത് കടന്നു വന്നിരുന്നു. അവർ മസ്ജിദുൻ നബവിയിൽ ഒത്തുചേർന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും അവിടേക്കെത്തി. ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. മഹാനുഭാവൻ ഇവിടുന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത കൂട്ടുകാരൻ ചങ്ങാതിയായി സൗർ ഗുഹയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിലകൊള്ളാനും ഹിജ്റയിൽ നബി തങ്ങളോടൊപ്പം എല്ലാം ത്യജിച്ചുകൊണ്ട് കടന്നു പോകുവാനും തയ്യാറായ നിങ്ങളിൽ ഏറ്റവും ഉന്നതനായ വ്യക്തിയെയാണ് നിങ്ങളുടെ ഖലീഫയായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനാൽ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കടന്നു വരിക, അദ്ദേഹത്തെ നിങ്ങൾ വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യുക എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. ഈ ആഹ്വാനം കേൾക്കേണ്ട താമസം ഓരോരുത്തരായി കടന്നു വന്നു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുകയാണ്. ഓരോരുത്തരായി കടന്നു വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തു. ആ സമയത്ത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവും സദസ്സിൽ ഉണ്ടായിരുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രത്യേകം ആ വിഷയം ശ്രദ്ധിച്ചിരുന്നു. അവർ രണ്ടുപേരും സഖീഫയിൽ വെച്ചുകൊണ്ട് നടന്ന ബൈഅത്തിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ രണ്ടുപേരും ഒഴുകിയിരിക്കുന്ന സന്ദർഭത്തിലാണ് ആദ്യ സമയത്ത് ബൈഅത്ത് നടക്കുന്നത്. അവർ രണ്ടുപേരും കൂടി തന്നെ ബൈഅത്ത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ ഐക്യമൂട്ടി ഉറപ്പിക്കുവാൻ അത് അനിവാര്യമാണ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബോധ്യപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ തുടർന്ന് സമുദായത്തിൻ്റെ ഇടയിൽ നേതൃത്വത്തിൻ്റെ വിഷയത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാകരുത് എന്ന് കരുതി മാത്രമാണ് സഖീഫയിൽ വെച്ചുകൊണ്ട് പെട്ടെന്നുള്ള ഒരു തീരുമാനമെന്ന നിലയിൽ ഖിലാഫത്ത് ഏറ്റെടുക്കേണ്ടി വന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെയോ മറ്റു മുഹാജിറുകളായ സ്വഹാബത്തെ കിറാമിനെയോ ആ സമയത്ത് വിവരമറിയിക്കുവാൻ പറ്റിയ ഒരു സന്ദർഭമല്ലായിരുന്നു. ഈ വിവരം അവരെ ബോധ്യപ്പെടുത്തണമെന്ന് മനസ്സിലുറച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു വരുത്തുകയാണ്. സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗുണകാംക്ഷിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരി പുത്രനുമായ താങ്കൾ മുസ്ലിമീങ്ങളുടെ ഐക്യത്തെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കൊടുക്കുന്ന മറുപടി, തിരുദൂതരുടെ ഖലീഫയായവരെ എനിക്കൊരു പരാതിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ബൈഅത്ത് ചെയ്തു. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് അതേ ചോദ്യം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദര പുത്രനായവനെ, അതുപോലെ പ്രവാചകൻ്റെ മരുമകനായ മഹാനായ അലിയെ താങ്കൾ മുസ്ലിമീങ്ങളുടെ ഐക്യത്തെക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, തിരുദൂതരുടെ ഖലീഫയായവരെ എനിക്കും ഒരു പരാതിയുമില്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹുവും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യുകയാണ്. 2 ബൈഅത്തുകളും കഴിഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങി. അധികാരം ലഭിച്ചുവെങ്കിൽ എന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിക്കുകയോ കൊതിക്കുകയോ ചെയ്തിട്ടില്ല. അതിനുവേണ്ടി രഹസ്യമായോ പരസ്യമായോ അള്ളാഹുവിനോട് ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടുമില്ല. ഒരു കുഴപ്പമോ ഛിദ്രതയോ ഭിന്നിപ്പോ നമ്മുടെ ഇടയിൽ ഉണ്ടാകുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അധികാരം ഏറ്റെടുത്തത്. അങ്ങനെ ലഭിച്ച ഈ ഒരു സ്ഥാനമാനത്തിൻ്റെ പേരിൽ ഒരിക്കലും എനിക്ക് സന്തോഷമോ പ്രത്യേക ആഹ്ലാദമോ ഒന്നും തന്നെയില്ല. ഇതൊരു വലിയ ഭാരമാണ്. എൻ്റെ ചുമലിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്നത് വലിയ ഒരു ഭാരമാണ്. അള്ളാഹു എനിക്ക് കഴിവ് നൽകിയാലല്ലാതെ എനിക്കൊരിക്കലും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. മഹാനായ അലി റളിയല്ലാഹു അൻഹും സുബൈർ റളിയല്ലാഹു അൻഹും അവിടുന്ന് പറയുകയാണ്, തിരഞ്ഞെടുപ്പ് നടന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നു എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ വിഷമം. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആദ്യം ബൈഅത്ത് ചെയ്യുവാൻ വരാൻ പറ്റാതിരുന്നത് എന്നുള്ള വിവരം അവർ അറിയിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഖിലാഫത്തിന് ജനങ്ങളിൽ വെച്ച് ഏറ്റവും അർഹതയുള്ള ആൾ എന്നവർ ഉറച്ചു സമ്മതിക്കുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തതിന് ശേഷം എല്ലാ സമയവും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ നിസ്കാരങ്ങളിലും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. മതപരിത്യാഗികൾക്ക് എതിരെ മുർത്തദ്ദുകളായിട്ടുള്ള ആളുകൾ ഉടലെടുത്ത് തുടങ്ങിയ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൈനിക നടപടി സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. ആദ്യ സൈന്യത്തെ നയിച്ചുകൊണ്ട് ദുൽഖസ്സയിലേക്ക് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുമ്പോൾ ആ യാത്രയിൽ അലി റളിയല്ലാഹു അൻഹു മഹാനുഭാവനെ അനുഗമിച്ചു പോയിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് കാര്യങ്ങൾ സുതാര്യമായി നടക്കണമെന്നുള്ള സ്വഹാബത്തെ കിറാമിൻ്റെ ഉള്ളിലുള്ള അതിയായ താല്പര്യവും ഇസ്ലാമിൻ്റെ നേതൃപരമായ പങ്കുവഹിക്കുവാൻ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ തങ്ങൾക്കുള്ള ആവേശവും മാത്രമാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അല്ലാതെ വ്യക്തിപരമായ യാതൊരു താല്പര്യങ്ങളും അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് സുവ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ബൈഅത്ത് കഴിഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിൽ കാണാൻ കഴിയും, قال لما بويع أبو بكر رضي الله عنه في السقيفة وكان الغد جلس أبو بكر على المنبر إلى أن قال فحمد الله وأثنى عليه بما هو أهله ثم قال മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യപ്പെട്ടതിന് ശേഷം അവിടുന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ഖാല അയ്യുഹന്നാസ് ഇന്നി ഖദ് വല്ലിതു അലൈക്കും വലസ്തു ബിഖൈരിക്കും ഫഇൻ അഹ്സൻതു ഫഅഈനൂനി വഇൻ അസ്അതു ഫഖവ്വിമൂനി അസ്ദിഖു അമാന വൽ കദിബു ഖിയാന. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കപ്പെട്ട് ഭരണാധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് ഒരിക്കലും എനിക്ക് അവകാശവാദമില്ല. ഒരിക്കലും ഞാൻ നിങ്ങളിൽ ഉത്തമനല്ല. ഞാൻ നന്മ ചെയ്യുവോളം നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതുണ്ട്, നിങ്ങൾ എന്നെ സഹായിക്കേണ്ടതുണ്ട്. ഞാൻ മോശ പ്രവർത്തനം നടത്തുകയാണ് എങ്കിൽ നിങ്ങൾ എന്നെ നന്നാക്കേണ്ടതുണ്ട്.
സത്യസന്ധത എന്നുള്ളത് വിശ്വാസത്തിൻ്റെ കാര്യമാണ്. സത്യസന്ധത എന്നുള്ളത് അതൊരു അമാനത്താണ്, വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തമാണ്. വൽകദിബു ഖിയാന, കളവ് എന്നുള്ളത് അത് വഞ്ചനയുമാണ്. ആ നീണ്ട സംസാരത്തിൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അത്തിഊനി മാ അതഅതുല്ലാഹ വ റസൂല, ഞാൻ അല്ലാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്ന കാലത്തോളം മാത്രമേ നിങ്ങൾക്കെന്നെ അനുസരിക്കേണ്ടതുള്ളൂ. ഫൈദാ അസൈതുല്ലാഹ വ റസൂല ഫലാ ത്വാഅത ലീ അലൈക്കും, ഞാൻ അല്ലാഹുവിനെയും റസൂലിനെയും എങ്ങാനും എതിരായി പ്രവർത്തിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ എനിക്ക് വഴിപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഖൂമു ഇലാ സലാത്തിക്കും യർഹമുക്കുമുല്ലാ, അതുകൊണ്ട് നമുക്ക് നിസ്കരിക്കാം, എല്ലാവരും നിസ്കാരത്തിനു വേണ്ടി അണിചേരൂ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ കൂടിയ സഹാബത്തിനോട് വിളിച്ചു പറയുകയാണ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഒരു വ്യക്തി സ്വീകരിക്കേണ്ട നയനിലപാടുകളുടെ അടിസ്ഥാന തത്വങ്ങളാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രസംഗത്തിലൂടെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കിയത്. ഒരു മുസ്ലിം ഭരണാധികാരി എത്രത്തോളം വിനയാന്വിതരായിരിക്കണമെന്ന് ഈ പ്രഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. തെറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് എങ്കിൽ അത് അംഗീകരിക്കുവാനുള്ള സന്മനസ്സ് ഒരു ഭരണാധികാരന് ഉണ്ടാകണമെന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിലൂടെ വിളിച്ചു പറയുകയാണ്. ഒരിക്കലും സ്വേച്ഛാധിപത്യത്തിനോ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ അതുമാത്രമനുസരിച്ച് കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുവാനോ ഒരു ഭരണാധികാരി തയ്യാറാകാൻ പാടില്ല എന്നും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഈ നയപ്രഖ്യാപനത്തിലൂടെ വിളിച്ചു പറയുകയാണ്. ആരുടെയും മുഖം നോക്കാതെ നീതി നടപ്പാക്കുവാനും സത്യത്തിനും ധാർമ്മികതയ്ക്കും നിലകൊള്ളുവാനും അതുയർത്തിപ്പിടിച്ചുകൊണ്ട് ദീനിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ജനങ്ങളെ അതിനുവേണ്ടി പങ്കാളികളാക്കുവാനുമൊക്കെ ഒരു ഭരണാധികാരി തയ്യാറായിരിക്കണമെന്നും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചോതുന്നുണ്ട്. ഇസ്ലാമിക വിശ്വാസകാര്യങ്ങളിൽ ആ ഭരണാധികാരി എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണ് എങ്കിൽ ഭരണാധികാരിയോട് നിസ്സഹകരണത്തോടുകൂടി നിലപാടെടുക്കുവാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രസംഗത്തിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ബൈഅത്തും മറ്റു കാര്യങ്ങളും തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞപ്പോൾ ജനാസ മറവ് ചെയ്യുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ മറവ് ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളിൽ അവർ വ്യാപൃതരായി. മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ് ജനാസ കുളിപ്പിക്കുവാൻ മുൻകൈയെടുത്തത്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹുവും ഫളൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുസ്സം ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോചിപ്പിക്കപ്പെട്ട അടിമയായ ശുക്രാൻ റളിയല്ലാഹു അൻഹു എന്നിവർ മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കുവാൻ മുൻകൈയെടുക്കുകയും ചെയ്തു. 3 വസ്ത്രങ്ങളിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഫൻ ചെയ്യുകയും ചെയ്തു. കഫൻ ചെയ്തതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എവിടെയാണ് മറവ് ചെയ്യണമെന്ന കാര്യത്തിൽ സഹാബിമാർക്കിടയിൽ ചെറിയ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ജന്മദേശമായ മക്കയിലാവണമെന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ മസ്ജിദുൻ നബവിയിൽ ആവണമെന്ന് മറ്റു ചിലർ വാദിച്ചു. എന്നാൽ മറ്റു ചിലരുടെ ആവശ്യം പ്രവാചകന്മാർ മറവ് ചെയ്യപ്പെട്ടിരുന്ന ബൈത്തുൽ മുഖദ്ദസിൽ ആകണമെന്നായിരുന്നു. ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആദ്യത്തെ നടപടി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളത് തന്നെയായിരുന്നു. പ്രവാചകന്മാർ എവിടെ വെച്ച് മരണപ്പെടുന്നുവോ അവിടെ വെച്ച് തന്നെ ആ സ്ഥലത്ത് തന്നെ അവർ മറവ് ചെയ്യപ്പെടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഖബർ കുഴിച്ചു. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ വീടിനകത്ത് വെച്ച് ഒരു മുറിയിൽ കട്ടിലിൽ കിടത്തി. ജനങ്ങൾ ഓരോ സംഘമായി കടന്നുവന്ന് നിസ്കാരം നിർവഹിക്കുകയാണ്. ആദ്യം പുരുഷന്മാരും പിന്നെ സ്ത്രീകളും അതിനുശേഷം കുട്ടികളും നിസ്കാരം നിർവഹിച്ചു. മഹാനായ അലി റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു,
അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രന്മാരായ ഫളിൽ റളിയല്ലാഹു അൻഹു, ഖുസം റളിയല്ലാഹു അൻഹു എന്നിവർ ചേർന്നുകൊണ്ട് മറമാടൽ കർമ്മത്തിന് നേതൃത്വം വഹിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ നിസ്കാരത്തിന് ആരും പ്രത്യേകമായ ഒരു നേതൃത്വം നൽകിയതായി കാണാൻ കഴിയുന്നില്ല. ഓരോരുത്തരും തനിയെ നിസ്കരിക്കുകയായിരുന്നു. തൻ്റെ ജനാസ നിസ്കാരം ഓരോരുത്തരും തനിയെ നിർവഹിക്കണമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസിയത്ത് ഉണ്ടായതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ തിങ്കളാഴ്ചയും പിറ്റേന്ന് ചൊവ്വാഴ്ച പകലും രാത്രിയും കഴിഞ്ഞ് ബുധനാഴ്ച രാത്രിയുടെ ആദ്യത്തിൽ മറവ് ചെയ്തു എന്നാണ് പ്രബലമായ അഭിപ്രായം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗാനന്തരം മുസ്ലിം ഉമ്മത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളിലേക്ക്, സംഭവ വികാസങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കടന്നു വരാം. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഈ റമദാനിൽ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നോമ്പുകൾ, മറ്റു സൽക്കർമ്മങ്ങളെല്ലാം നാളെ സ്വർഗ്ഗപ്രവേശനത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ, മറ്റു സഹാബത്തെ കിറാമിൻ്റെ കൂടെയൊക്കെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു കാരണമാക്കി തീർക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. رجال عشرة خير الناس بعد الرسل كرام بررة أبو بكر عمر وعثمان وعلي وسعيد وسعد طلحة والزبير وعامر وابن العوف تمام العشرة.